പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 19-ാം തീയതി ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിന് സ്തോത്രം പറയുവാനും ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ, ഒരു പ്രഭാതം കൂടെ കർത്താവ് തന്നതിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരം ഉയർത്തി കർത്താവിനോട് താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, സൗഖ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, പൂർണ്ണ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. 13-ാം സങ്കീർത്തനം 5-ഉം 6-ഉം വാക്യങ്ങൾ. ഞാനോ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം കർത്താവിൽ എൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ കർത്താവിന് പാടും. നന്മ ലഭിച്ചവരൊക്കെ കർത്താവിനെ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ നന്മ ലഭിച്ചവർ, ദൈവം നന്മ ചെയ്തുവെന്ന് ബോധ്യമുള്ളവർ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, കരമുയർത്തി പറഞ്ഞാട്ടെ. സ്തോത്രം. നന്മ ലഭിച്ചവരാണോ നിങ്ങൾ? സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു അപ്പാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ അത്ഭുതകരമായ സൗഖ്യങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൈറോയിഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള വീക്ക്നെസ്സുകൾ, ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ നസ്രയനായ യേശുവിൻ്റെ അടിപ്പിടലുകളായുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരട്ടെ, പൂർണ്ണ സ്വസ്ഥതയുള്ളവരായി തീരട്ടെ. ദൈവിക ആരോഗ്യത്തിൽ ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, ജോലിയില്ലായ്മകൾ മാറട്ടെ, കുടുംബജീവിതത്തിലുള്ള സന്തോഷക്കുറവുകൾ, സമാധാനക്കുറവ് യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കണം. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ ആമേൻ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഉണർവിൻ്റെ സഭായോഗങ്ങളായി മാറണം. കർത്താവെ, അസാധാരണമായ ആത്മപകർച്ചകൾ ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ലോകം മുഴുവനും ദുഃഖവെള്ളി ആചരിച്ചു, ഗുഡ് ഫ്രൈഡേ ആചരിച്ചു. ആമേൻ. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവ് പറഞ്ഞു, യേശു അവസാനമായി പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതായത് തന്നെ ഏൽപ്പിച്ച കർത്തവ്യം, തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ക്രൂശിൽ യേശു ജയാളിയായിരുന്നു. ആ ജയത്തെ സെലിബ്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ക്രൂശിൽ യേശു എടുത്ത ജയത്തിൻ്റെ ആ അനുഗ്രഹം, അല്ലെങ്കിൽ അതിൻ്റെ നന്മ, അതിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിശ്വസിക്കണം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറഞ്ഞു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ട് പറയാം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. അപ്പോൾ കർത്താവ് പൂർണ്ണമായി പൈശാചികനെ തകർത്ത് കളഞ്ഞു.
അപ്പം നമ്മൾ ഒന്നാമത് തിരിച്ചറിയണം, യേശു എന്തിൻ്റെ മേലൊക്കെ ജയമെടുത്തു. യേശു പാപത്തിൻ്റെ മേൽ ജയമെടുത്തു, രോഗത്തിൻ്റെ മേൽ ജയമെടുത്തു, ശാപത്തിൻ്റെ മേൽ ജയമെടുത്തു. ആമേൻ എന്ന് വേണ്ട, ആമേൻ സകല പൈശാചിക പ്രവൃത്തികളുടെ മേലും ആമേൻ കർത്താവിടെ ജയമെടുത്തു. പാപത്തിൻ്റെ മേലും ശത്രുവിൻ്റെ മേലും ജയമെടുത്തു. ആമേൻ നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്ന അതിനകത്ത് കർത്താവ് ജയമെടുത്തു. ഇന്ന് നമ്മളെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. ആമേൻ. അതുപോലെ തന്നെ മരണത്തിൻ്റെ മേൽ ജയമെടുത്തു, ശാപത്തിൻ്റെ മേൽ ജയമെടുത്തു, രോഗത്തിൻ്റെ മേൽ ഇങ്ങനെ യേശു ക്രൂശിൽ പൂർണ്ണമായി ശത്രുവിനെ പരാജയപ്പെടുത്തി ജയം പൂർണ്ണമായി എടുത്തു. ഇത് നമുക്ക് വേണ്ടിയാണ് എടുത്തു. അപ്പം നമ്മൾ വിശ്വസിക്കണം, ശത്രു എന്തൊക്കെ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്ക് വരുമ്പോഴും നമുക്ക് പറയാൻ കഴിയണം, ക്രൂശിൽ എൻ്റെ യേശു ഇതിൻ്റെ മേലെല്ലാം ജയമെടുത്തു, അതുകൊണ്ട് ഞാൻ ജയാളിയാണ്. നമ്മൾ ജയമെടുക്കേണ്ടവരല്ല, യേശു എടുത്ത ജയത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിക്കാനുള്ളവരാണ്. ഓൾറെഡി യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി സകലത്തിൻ്റെ മേലും ജയമെടുത്തു. അപ്പം നമ്മുടെ മുമ്പിൽ ആമേൻ എനിമി അല്ലെങ്കിൽ ശത്രുവാകുന്നവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ കൈകളെ ഉയർത്തി പറയണം, ഇതിൻ്റെ മേൽ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ജയമെടുത്തു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത് നമുക്ക് ആ ഒരു നമുക്ക് ആ ബോധ്യമാണ്, അതായത് യേശു ക്രൂശിലെടുത്ത ജയം. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മളും ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും മുകളിൽ നമ്മളെ ഇരുത്തി. ഇന്ന് നമ്മൾ അവിടെയാണ്, യേശുവിൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നിടത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ആ തിരിച്ചറിവാണ് രണ്ടാമത് നമുക്ക് വേണ്ടത്. ഒന്ന്, ക്രൂശിൽ യേശു ജയാളിയായി എന്തിൻ്റെ മേലൊക്കെ ജയമെടുത്തു, അത് നമ്മൾ പൂർണ്ണമായിട്ട് ബോധ്യമാകുന്നു. ശത്രു പദ്ധതി കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നു, ഇല്ല, ഇതിന്മേലൊക്കെയും കാൽവരി ക്രൂശിൽ യേശു ജയമെടുത്തതാണ്. രണ്ട്, നമ്മുടെ ഓപ്പറേഷൻസ് ഇന്ന് നമ്മൾ ഭൂമിയിൽ ഞാനിപ്പം ഈ സന്ദേശം ഭവനത്തിലിരുന്ന് പറയുന്നു, നിങ്ങൾ ഈ സന്ദേശം ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിലോ വാഹനത്തിലോ ഇരുന്ന് കേൾക്കുന്നെങ്കിലും സ്പിരിച്വലി സ്പീക്കിംഗ് നിങ്ങൾ ഇരിക്കുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നിടത്തായിരിക്കും. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകൾ അവിടെ ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, അവിടെ ഇരുന്നു കൊണ്ട് വേണം രോഗികളെ സൗഖ്യമാക്കുവാൻ, അവിടെ ഇരുന്നു കൊണ്ട് വേണം പൈശാചിക ശക്തിയെ ശാസിക്കുവാൻ, അവിടെ ഇരുന്നു കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം മൈൻഡ് സെറ്റാകണം, ഞാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. 3, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, അതായത് ഞാനും ക്രിസ്തുവും ഒന്നായിത്തീർന്നു. 2, ഒരേ ശരീരമായി തീർന്നു. ക്രിസ്തു എൻ്റെ തലയും ഞാൻ അവൻ്റെ ശരീരവുമായി തീർന്നു. അപ്പം എൻ്റെ തോൽവി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തോൽവിയാണ്, കാരണം ഞങ്ങൾ ഒന്നായി. അപ്പം കർത്താവിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നെയും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആ ബോധ്യം നമുക്ക് വേണം. ക്രൂശിൽ ഭയങ്കര അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നു. നമ്മൾ പലപ്പോഴും ക്രൂശിൻ്റെ സാധ്യതകളെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. നമ്മൾ ആ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ ഓർത്തങ്ങ് വിടും. പക്ഷെ ക്രൂശിൽ കർത്താവ് ശത്രുവിനെ നിരായുധീകരിച്ച് കളഞ്ഞു, പൂർണ്ണമായിട്ട് നിരായുധീകരിച്ചു. അവൻ്റെ ഒരു പദ്ധതികളും പൊങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ നിരായുധീകരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതുകൊണ്ട് നമ്മൾ ആ യേശുവിൻ്റെ ജയത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കണം. യേശു ക്രൂശിൽ തന്ന ജയത്തെ ഓർത്ത് സ്തോത്രം പറയണം. അതിനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നന്ദി പറയുമ്പോൾ അത് നമ്മുടെ അവകാശമായി മാറും. അപ്പോൾ അടിപിടലാൽ എനിക്ക് തന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം, എനിക്ക് വേണ്ടി ശാപമായി തീർന്നതിനായിട്ട് സ്തോത്രം എന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മൾ ക്രൂശിൻ്റെ ജയത്തെ നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ആ ക്രൂശിൻ്റെ ജയം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിലും നിങ്ങളെ സക്സസ്ഫുള്ളാക്കി തീർക്കട്ടെ. ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, we are permanently blessed and highly favored. God bless you. God bless